ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പീച്ചിങ്ങ മെഴുക്ക് വരട്ടി അല്ലേ ചേച്ചി? തേങ്ങ ഇടില്ലല്ലോ. തേങ്ങ ഇടില്ല. അപ്പൊ പീച്ചിങ്ങ മെഴുക്ക് വരട്ടി ഉള്ളിയും മുളകും അരച്ച് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മറ്റങ്ങനെ കൂർത്ത ഭാഗങ്ങളൊക്കെ കളഞ്ഞെടുക്കണം അല്ലേ? ഇനി ഇത് ചെറുതായി മുറിക്കണം അല്ലേ ചേച്ചി? ചെറുതാക്കി മുറിക്കണം. പീച്ചിങ്ങ കഴുകി കട്ട് ചെയ്തെടുത്തു. പീച്ചിങ്ങയുടെ ഒപ്പം പിന്നെ വേണ്ടത് ഒരു ചുവന്നുള്ളി ഒരു 4 എണ്ണം അല്ലേ? 4 ചുവന്നുള്ളി, പിന്നെ 2 വെളുത്തുള്ളി ചതച്ചെടുക്കണം. കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. കടുക് വേണമല്ലേ? കടുക് ഇടട്ടെ? കടുക് കുറച്ച് കടുക് ഇട്ടു. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, 2 വേപ്പില, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും, കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ്. പീച്ചിങ്ങ അതിലേക്ക് കൊട്ടാം. മൂടി വെച്ച് അടച്ച് വെക്കുക. ഒന്നൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ വെള്ളമുണ്ട് ഇതിൽ. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ലല്ലോ, പക്ഷെ വെള്ളമുണ്ട്. ഇതൊന്ന് വറ്റി വരുമ്പോഴേക്കും പീച്ചിങ്ങ മെഴുക്ക് വരട്ടി റെഡിയാവും. ഇനി തുറന്ന് വെക്കാം അല്ലേ ചേച്ചി? ഇനി തുറന്ന് വെച്ച് ഒന്ന് വെള്ളം വറ്റട്ടെ. ഉപ്പൊക്കെ മതി, പാകം അല്ലേ? നന്നായിട്ടുണ്ട്. ഇറക്കാറായി അല്ലേ? പീച്ചിങ്ങ മെഴുക്ക് വരട്ടി റെഡിയായി അല്ലേ? നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പീച്ചിങ്ങ മെഴുക്ക് വരട്ടി റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്ക്.